ഇനി ഇന്ത്യക്കാർക്കായിട്ട് പ്രത്യേകിച്ച് വിസ ഇളവുകളൊന്നും കൊടുക്കുന്നില്ല. ഇന്ത്യ UK ഫ്രീ ട്രേഡ് ഡീലിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ക്രിസ്റ്റാമർ നമ്മുടെ ഇന്ത്യയിൽ പോയി പറഞ്ഞ കാര്യമാണ്. സോ ഗൈസ്, എന്നാൽ മറ്റൊരു കാര്യമുണ്ട്. 7000 ജോബുകൾ UK അക്രോസ് സൃഷ്ടിക്കപ്പെടും ഇന്ത്യൻ കമ്പനികളാൽ. സോ ഗൈസ്, അതുവേണ്ടിയാണ് ചാനൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള എൻ്റർടൈനിംഗ് ആയിട്ടുള്ള കൊച്ചു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന നോട്ടിഫിക്കേഷൻ ഷെയർ ചെയ്യാൻ സ്വാഗതം. കഴിഞ്ഞ ദിവസം ഒരുപാട് മീഡിയാസ് സന്തോഷിച്ചിട്ട് ഈ പോസ്റ്റ് ഇടുന്നത് കണ്ടുമായിരുന്നു. അതായത് ഇന്ത്യക്കാർക്ക് പ്രത്യേകിച്ച് ഇനി വിസ ഇളവുകൾ കൊടുക്കാൻ പോകുന്നില്ല എന്നുള്ളൊരു കാര്യത്തിൽ പലർക്കും അത് സന്തോഷമാണ്. ആർക്കാ സന്തോഷം എന്നൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇന്ത്യ വിരുദ്ധർക്ക് നമ്മുടെ നാട്ടിലെ ചാനൽ ഉൾപ്പെടെ പലരും അത് വലിയ സന്തോഷത്തോടു കൂടി ആഘോഷിക്കുന്നുണ്ട്. എന്നാലും നമുക്ക് എല്ലാവർക്കും നമ്മുടെ നാട്ടിലെ യങ്സ്റ്റേഴ്സ് ഏതെങ്കിലും ഒരു ഗ്യാപ്പ് കിട്ടിക്കഴിഞ്ഞ് എവിടെയെങ്കിലും ഒരു ഇളവ് കിട്ടിക്കഴിഞ്ഞ് ഇന്ത്യക്കാരെ സ്വാഗതം ചെയ്ത് കഴിഞ്ഞാൽ നാട് കാലിയാക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇത് നമ്മുടെ യങ്സ്റ്റേഴ്സിന് ഇങ്ങോട്ട് വരാൻ താല്പര്യമുള്ളത്, വരാൻ താല്പര്യമില്ലാത്തൊരു കേസല്ല കേട്ടോ. അവരവിടെ തന്നെ ഇരുന്നോട്ടെ, അവർ നമ്മൾ ഉദ്ദേശിക്കുന്നേ ഇല്ല. വരാൻ താല്പര്യമുള്ള ഒരു ലക്ഷക്കണക്കിന് സ്റ്റുഡൻസ് ഉണ്ട്, കോടിക്കണക്കിന് സ്റ്റുഡൻസ് ഇന്ത്യ മൊത്തമുണ്ട്. അപ്പോൾ ഇവർക്ക് ഒരു ഗ്യാപ്പ് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുക. പക്ഷെ അതൊരു തിരിച്ചടി, ഒരു നെഗറ്റീവ് ന്യൂസ് പോലെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ UK ട്രേഡ് കരാറിൻ്റെ ഭാഗമായിട്ട് ഈ വിസയുടെ കേസ് കണക്കുകൾ കഥകൾ മാത്രമല്ല, അതിനപ്പുറത്ത് വേറെ കുറേ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് ഇന്ത്യൻ ബിസിനസ്സുകളുടെ അവരുടെ ഓപ്പർച്യൂണിറ്റീസ്, അത് ഇവിടെ സൃഷ്ടിക്കുന്ന ജോബ് ഓഫറുകൾ, അത് ഇന്ത്യക്കാർക്ക് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതൊക്കെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. കാരണം നമുക്കറിയാം, ഇപ്പം തന്നെ 1000-ഓളം കമ്പനികൾ എനിക്ക് തോന്നുന്നു ഇന്ത്യ UKയിലെ ഏറ്റവും മെയിൻ ഇൻവെസ്റ്റേഴ്സാണ് ഇന്ത്യൻ കമ്പനീസ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ വളരെ വ്യക്തമായിട്ട് ഹോം ഓഫീസിൻ്റെ ഒരു ന്യൂസ് വന്നിട്ടുണ്ട്. ഞാൻ ലിങ്ക് ഒന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, ഗൂഗിളിൽ കയറിയിട്ട് ഗവൺമെൻറ് ഓഫ് UKയുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് കഴിഞ്ഞാൽ കിട്ടും. എന്നാൽ ആരും ആഘോഷിക്കാത്തൊരു കാര്യമുണ്ട്. അതായത് UKയിൽ 7000-ഓളം ജോബ് സൃഷ്ടിക്കപ്പെടും ഇന്ത്യ UK ട്രേഡ് കരാറിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ ഇത് ആർക്കൊക്കെ ഉപകാരപ്പെടും? തീർച്ചയായിട്ടും ഈ കൺട്രിയിൽ പഠിക്കാൻ വന്നിട്ടുള്ള സ്റ്റുഡൻസിനും, അതായത് ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിനും അത് ഉപകാരപ്പെടും. അതൊന്നും ആരും എവിടെയും ചർച്ച ചെയ്യുന്നത് കണ്ടിട്ടില്ല. തീർച്ചയായിട്ടും നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഒരു ലോഡ് കമ്പനികൾ ഇവിടെ എന്തിന്, നമ്മുടെ യഷ്രാജ് ഫിലിംസ് വരെ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്, ഇല്ലെങ്കിൽ ഇവിടെ പടം പിടിക്കാം എന്നുള്ളൊരു വാഗ്ദാനം നമ്മുടെ സ്റ്റാമറിന് കൊടുത്തിട്ടുണ്ട്, സ്റ്റാമറിന്. അപ്പോൾ നിങ്ങൾ ആലോചിക്കണം, പല മേഖലയിലുള്ള ഇൻഡസ്ട്രീസ് UKയിലേക്ക് വരുന്നു, അതായത് ഇന്ത്യൻ കമ്പനീസ് UKയിൽ വരുന്നു. ഇന്ത്യ അത്രത്തോളം ഡെവലപ്പ് ആവുന്നു. അതുമല്ലാതെ മുന്നേ നമ്മൾ ഈ ഇന്ത്യ UK ട്രേഡ് കരാറിൻ്റെ വീഡിയോക്കകത്ത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ത്യൻ കമ്പനീസിന് ഇവിടെ ഇറക്കുന്നതിന് ടാക്സ് ഇല്ല. അതുപോലെ തന്നെ ഇന്ത്യൻ കമ്പനീസ് ഇവിടെ ഇന്ത്യൻസിനെ ഹയർ ചെയ്യുന്നു, അല്ലെങ്കിൽ ഇവിടെ എംപ്ലോയീസ് ഹയർ ചെയ്യുന്നവർക്ക് NI പേയ്മെൻറ്റ് ഇല്ല, അവർക്ക് ഇളവുകൾ കൊടുത്തു എന്ന് പറയുമ്പോൾ ആർക്കാ ബെനിഫിറ്റ്? ഇന്ത്യക്കാർക്ക് തന്നെയാണ് ബെനിഫിറ്റ്. അതുമാത്രമല്ല, ഇവിടെ വർക്ക് ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ ഇന്ത്യൻസ് ഈ കമ്പനീസിന് ഇന്ത്യക്കാരെ ഹയർ ചെയ്യുന്നതിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്നുള്ളത് നമുക്ക് തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. നമ്മൾ കുറച്ച് ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇവിടെ ഒരു ലോഡ് കമ്പനീസ് പറയുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ റീസെൻ്റ്ലി 1 ബില്യൺ പൗണ്ട്സിൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്, ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ സ്റ്റാമർ നേരിട്ട് പോയിട്ടാണ് ഒപ്പിട്ടിരിക്കുന്നത് നമ്മുടെ നരേന്ദ്രമോദിയുമായിട്ട്. അപ്പോൾ ഇതിനകത്ത് ഏകദേശം 6900 ജോബ് അക്രോസ് UK ക്രിയേറ്റ് ചെയ്യപ്പെടാൻ പോകുന്നു അതിനകത്ത്. അതുപോലെ ഈ ഡീല് നമുക്കറിയാലോ, ഇവിടെ സൈൻ ചെയ്തതിൽ നമുക്ക് ഒരു യങ് പ്രൊഫഷണൽ സ്കീം, YPS യങ് പ്രൊഫഷണൽ സ്കീം എന്നൊരു കാര്യം നമുക്ക് കിട്ടിയത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതും പലരും ഇപ്പോൾ വളച്ചൊടിച്ചിട്ട് പറയുന്നുണ്ട്, അത് ഈ ട്രേഡ് കരാറിൻ്റെ ഭാഗമേ അല്ല എന്ന് പറയുന്ന ആളുകൾ മണ്ടന്മാരുണ്ട്. തീർച്ചയായിട്ടും ഈ ട്രേഡ് കരാർ എന്ന് ഒപ്പിടാൻ അല്ലെങ്കിൽ എന്ന് ഡിസ്കഷനിലേക്ക് വന്നോ അന്നാണ് ആദ്യമായിട്ട് യങ് പ്രൊഫഷണൽ സ്കീം ഇന്ത്യക്ക് കൊടുത്തു തുടങ്ങിയത്. അന്ന് തൊട്ട് നമ്മൾ ആ സമയം തൊട്ട് നമുക്ക് നമ്മുടെ ചാനൽ നോക്കിക്കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുമാത്രമല്ല, ഓസ്ട്രേലിയയിലും ഈ പറഞ്ഞ ട്രേഡ് കരാറിൻ്റെ ഭാഗമായിട്ടാണ് മെയ്റ്റ്സും അതുപോലെ വർക്കിംഗ് ഹോളിഡേ വിസകളും നമുക്ക് കിട്ടി. 3000-4000 വിസകൾ ഓസ്ട്രേലിയ കിട്ടുന്നു, UKയിലും 3000 വിസകൾ കിട്ടുന്നു. യങ്സ്റ്റേഴ്സ് ഇതേപോലെ വരുന്നു എന്നുള്ള കാര്യങ്ങൾ എല്ലാവർക്കും നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, അല്ലേ? സോ ഇങ്ങനെയുള്ള പല വിസകളും ബിസിനസ് ഓപ്പർച്യൂണിറ്റീസും ഇവിടെ ഇന്ത്യക്കാർക്കുണ്ട്. നിയർലി 7000 ജോബ്സ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. അതുപോലെ ഇന്ത്യൻ കമ്പനീസ് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അതിൽ ഒരു ലോഡ് കമ്പനീസ് ഉണ്ട്. അതുപോലെ അഡ്വാൻസ് മാനുഫാക്ചറിങ് കമ്പനി TVS വിൽ ഇൻവെസ്റ്റ് 250 മില്യൺ പൗണ്ട്സ് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നു. അത് ഒരു നോഷൻ മോട്ടോർ സൈക്കിൾ ഓപ്പറേഷൻ ഡെവലപ്മെൻറ്റ് എന്നുള്ളൊരു കമ്പനിയുടെ പേരിലൂടെ. സോ ഇങ്ങനെയുള്ള കമ്പനീസിൽ നമുക്ക് ഇനി ജോബ് അപ്ലൈ ചെയ്ത് തുടങ്ങാം. നമ്മുടെ ഇങ്ങനെയുള്ള ഇന്ത്യൻ കമ്പനീസ് ഏതൊക്കെയാണ് അവരെ ഫോക്കസ് ചെയ്യുക. ഇനി ഇവിടെയുള്ള കമ്പനീസ് മാത്രമല്ല, നമ്മുടെ ആൾക്കാർ ഇന്ത്യൻ കമ്പനീസ് ഫോക്കസ് NI കൊടുക്കേണ്ട ടാക്സ് ഇളവുകൾ, വിസ ഫീസ് ഇളവുകൾ, കാര്യങ്ങളൊക്കെ ഇവർക്ക് ലഭിച്ചിരിക്കുന്നു.
അതേപോലെ എഞ്ചിനീയറിംഗ് കമ്പനീസ് അറൗണ്ട് 100 മില്യൺ പൗണ്ട് ആണ് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അതേപോലെ തന്നെ അവരും TVS 300 ഹൈ ക്വാളിറ്റി ജോബ് ഇൻവെസ്റ്റ് ചെയ്യാൻ കിട്ടാൻ പോകുന്നത്. അതുപോലെ ഈ എഞ്ചിനീയറിംഗ് കമ്പനി 300 ജോബ്സ് കൊടുക്കുന്നു. അതുപോലെ തന്നെ അതുൽ ഡേറ്റ് പാം ഡെവലപ്മെന്റ് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നു. 44 ഹൈലി സ്കിൽഡ് ജോബ്സ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടാൻ പോകുന്നു. അതുപോലെ മാസ്റ്റാക്ക് ഗ്ലോബൽ ഡിജിറ്റൽ എഞ്ചിനീയറിംഗ് ഫേംസ് ഇൻവെസ്റ്റ് ചെയ്യുന്നു. അതുപോലെ വേറെയും കുറേ ലോജിസ്റ്റിക്സ് കമ്പനീസും TVS അതേപോലെ ഒരു ലോഡ് ആളുകളുടെ പേരും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഇങ്ങനെയാണ് ജോബ് നമ്പേഴ്സ് വരാൻ പോകുന്നത്. ഈസ്റ്റ് മിഡ്ലൻഡിൽ 492 ജോബ്സും, ഈസ്റ്റ് ഓഫ് ഇംഗ്ലണ്ടിൽ 120 ജോബ്സും, ലണ്ടനിൽ 2591 ജോബുകളും, നോർത്ത് വെസ്റ്റ് അവിടങ്ങളിൽ ഏകദേശം 1535 ജോബുകളും, സ്കോട്ട്ലാൻഡ് 125 ജോബുകളും, സൗത്ത് ഈസ്റ്റിൽ 795 ജോബുകളും, അതേപോലെ തന്നെ സൗത്ത് വെസ്റ്റിൽ 194 ജോബുകളും, വെയിൽസിൽ 175 ജോബുകളും, വെസ്റ്റ് മിഡ്ലാൻഡ്സിൽ 567 ജോബുകളും, യോർക്ക്ഷയർ ആൻഡ് ഹംബറിൽ 201 ജോബുകൾ. അങ്ങനെ ഒരു നിയർലി 7000 അടുത്തോളം ജോബുകൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. TVS മോട്ടോർ, TVS മൊബിലിറ്റി, അതുപോലെ മുത്തൂറ്റ് ഫിനാൻസ് ഇവിടെ ഏകദേശം 100 മില്യൻ്റെ ബ്രാഞ്ചുകൾ എക്സ്പാൻഡുകളും പരിപാടികളും ചെയ്യുന്നുണ്ട് 20 ലൊക്കേഷനിൽ. അത് വലിയൊരു അപ്രീഷിയേറ്റ് ചെയ്യുന്ന കാര്യം. ആരും ശ്രദ്ധിച്ചിട്ടില്ല ശരിക്കും പറഞ്ഞാൽ മുത്തൂറ്റ് ഫിനാൻസ് വരുന്നു. അതുപോലെ ഹീറോ മോട്ടോഴ്സ് കമ്പനി കയറി വരുന്നു. അതുപോലെ നസ്ര ടെക്നോളജി കയറി വരുന്നു. അതേപോലെ തന്നെ മോടെക്, ട്രീറ്റി ഇൻഫ്ര അവർ കയറി വരുന്നു. അതുൽ ലിമിറ്റഡ് കയറി വരുന്നു. അതേപോലെ തന്നെ ഒരുപാട് കമ്പനീസ് പറയുവാണെങ്കിൽ ഐ തിങ്ക് ഇവിടെ നമ്മുടെ യഷ്രാജ് ഫിലിംസ് തൊട്ട് പലരും ഇങ്ങോട്ട് കയറി വരുന്നു എന്നുള്ളതാണ്. അറൗണ്ട് ഒരു 64 കമ്പനീസ് ഇങ്ങോട്ട് കയറി വരുന്നു എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ കമ്പനീസ് ഇവിടെ ജോബ് സൃഷ്ടിക്കപ്പെടും. ഇതിലൂടെ ഇന്ത്യ ഡെവലപ്പാവും. ഇവിടെയുള്ള യങ്സ്റ്റേഴ്സ്, അതിപ്പോൾ ബ്രിട്ടീഷുകാരാവട്ടെ ഇനിയിപ്പോൾ ഇന്ത്യക്കാരാവട്ടെ, ഇവിടെ വന്ന് പഠിക്കാൻ വന്ന സ്റ്റുഡൻസിന് ഇതിൻ്റെ ബെനിഫിറ്റ് എടുക്കാൻ പറ്റും. ഈ ഒരു ട്രേഡ് കരാറുമായിട്ട് വലിയ ഗുണമുണ്ട്. ഇനിയിപ്പോൾ ബിസിനസ് ചെയ്യുന്നവരാവട്ടെ ഇങ്ങോട്ട് ഇന്ത്യൻ പ്രൊഡക്ട്സ്, ഇപ്പോൾ ചെമ്മീൻ തൊട്ട് മീൻ പ്രൊഡക്ട്സ് വരെ ഇമ്പോർട്ട് ചെയ്യുന്നതിന് ടാക്സ് ഇല്ലാതെ നമുക്ക് ഇവിടെ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുന്നു. പല പ്രൊഡക്ട്സ് ഇങ്ങോട്ട് വരുമ്പോൾ ടാക്സ് ഇല്ലാതെ ഇമ്പോർട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ മാർക്കറ്റിലേക്ക് എത്തിക്കാൻ പറ്റും. ബിസിനസ് മേഖലകളിലും കുതിച്ചുചാട്ടം ഇന്ത്യക്ക് ഉണ്ടാവും. ഇപ്പോൾ ട്രംപിന്റെ താരിഫ് അവിടെ ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ താരിഫ് ഇല്ലാതെ ഇന്ത്യ UK ട്രേഡ് കരാർ, അതാണ് ഒരു സൈഡ് അടച്ചു കഴിഞ്ഞാൽ ഒരു സൈഡ് തുറക്കുന്ന ഒരു രീതി. അത് അപ്രിഷിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. മറ്റൊരു കാര്യം സ്റ്റുഡൻസിന്റെ കേസാണ്. നമുക്കറിയാം ഇപ്പോൾ സ്റ്റുഡൻസിന്റെ കേസ് മാത്രമല്ല UK ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന കാര്യമാണ്. ഈ ഗ്ലോബൽ ടാലൻസിനെ, ഹൈലി സ്കിൽഡ് പ്രൊഫഷണൽസിനെ ഇപ്പോൾ US അടിച്ച് പിണ്ടം വെച്ച്, അതായത് H1B വിസ നമുക്കറിയാമല്ലോ, $1,00,000 ഇപ്പോൾ വിസ ഫീസ്. ആരും വരണ്ട, ഇപ്പോൾ വിസ റിന്യൂ ചെയ്യുന്നില്ല, തിരിച്ചു വിടുക. അങ്ങനെയുള്ള ആൾക്കാരുടെയൊക്കെ പോസ്റ്റുകൾ കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ വീഡിയോക്കകത്ത് അല്ലേ. സോ അവരെയൊക്കെ ഇങ്ങോട്ട് ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ഇപ്പോൾ ഓൾറെഡി ഗ്ലോബൽ ടാലന്റ് വിസ ഇവിടെ ഉണ്ട്. അതേപോലെ തന്നെ മറ്റ് സ്കീമുകൾ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഹൈലി ടാലന്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇങ്ങോട്ട് വരാനുള്ള സംവിധാനമുണ്ട്. പിന്നെ അതുമല്ലാതെ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റഡീസിന്റെ കേസിൽ ഇപ്പോൾ UK ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു കാര്യം ഉണ്ടായിരിക്കുന്നത്, സ്റ്റാമർ റൂൾസ് ഔട്ട് വിസ ചേഞ്ചസ് പ്രൊമോട്ട്സ് UK യൂണീസ് ഡ്യൂറിങ് ഇന്ത്യ വിസിറ്റ്. ഏകദേശം 13-14 യൂണിവേഴ്സിറ്റീസ്, ഇവിടുത്തെ ബ്രാഞ്ചുകൾ, ഇപ്പോൾ ഇവിടുത്തെ സിറ്റുവേഷൻ അറിയാമല്ലോ, സ്റ്റുഡൻസ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിടിക്കാൻ പറ്റാതെ ഇവിടെ നിൽക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ, സ്റ്റുഡൻറ്റ് വിസയിൽ വന്നു കഴിഞ്ഞാൽ വർക്ക് വിസ കിട്ടാത്ത സിറ്റുവേഷൻ ആയതുകൊണ്ട് ഇവിടെ സ്റ്റുഡൻസ് വരുമ്പോൾ കുറവാണ്. അപ്പോൾ യൂണിവേഴ്സിറ്റീസ് ആകെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് 10-13 യൂണിവേഴ്സിറ്റീസ് അങ്ങ് നമ്മുടെ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളൊരു വലിയൊരു കാര്യം. പല യൂണിവേഴ്സിറ്റീസ് അവിടെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ള കാര്യമാണ് പറയുന്നത്. അതിനകത്ത് ലിവർപൂൾ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, യൂണിവേഴ്സിറ്റി ഓഫ് സൗത്താംപ്ടൺ ഉണ്ട്, അതുപോലെ സൗത്താംപ്ടൺ ഓൾറെഡി അവിടെ സ്റ്റാർട്ട് ചെയ്തു. അതുപോലെ മാഞ്ചസ്റ്റർ യൂണിവേഴ്സിറ്റി പോകുന്നു, അങ്ങനെ അബ്രിഡീൻ, ബ്രിസ്റ്റോൾ പോകുന്നു. അത് ബാംഗ്ലൂരൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഇതൊക്കെ ലോഞ്ച് ചെയ്യുന്ന ക്യാമ്പസുകൾ. അപ്പോൾ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇല്ലെങ്കിൽ ഇവിടെ ഒന്ന് സ്റ്റുഡൻറ്റ് പഠിക്കുന്ന അതേ ഡിഗ്രി നാട്ടിൽ നിന്ന് ലഭിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങോട്ട് വരവ് ഒന്ന് കുറയും. പിന്നെ ഇവർ തന്നെ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇങ്ങോട്ട് വരുന്നത് സ്റ്റുഡൻസ് ഇവിടെ ഷോർട്ടേജ് വരുന്ന ഇല്ലെങ്കിൽ ഇവിടെ ആവശ്യമുള്ള ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള കോഴ്സുകൾ എടുത്ത് വരുമ്പോൾ ഇവിടെ ഓഫേഴ്സ് ഉണ്ട്. ഇല്ലെങ്കിൽ ഹൈലി സ്കിൽഡ് വർക്കേഴ്സിന് അത് എല്ലാ രാജ്യത്തിലും ഉള്ള പോലെ തന്നെ ഇവിടെയും അവസരമുണ്ട്. റോബോട്ടിക്സ് ആവട്ടെ, AI ആവട്ടെ, അതേപോലെ തന്നെ ഇപ്പോൾ റിന്യൂവബിൾ എനർജി ആവട്ടെ, ഡാറ്റാ സയൻസ് ആവട്ടെ, അതുപോലെ ഹെൽത്ത് സയൻസ് ആവട്ടെ, അങ്ങനെയുള്ള പല മേഖലകളിൽ ഇവിടെ
ആവശ്യമുണ്ട് റിസർച്ചേഴ്സിനെയും അങ്ങനെയുള്ള ഹൈലി ബ്രില്യൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ ഈ കൺട്രിയിലും ആവശ്യമുണ്ട്. അത് എല്ലാ കൺട്രിയിലും ആവശ്യമുള്ള പോലെ തന്നെ ഈ കൺട്രിയിലും ആവശ്യമുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഇപ്പോഴും സ്റ്റഡീസിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പം നിങ്ങൾ ഒരിക്കലും ഒരു നോർമൽ സ്റ്റുഡൻറ്റിനെ വെച്ചിട്ട് ഇങ്ങനെയുള്ള കോഴ്സുകളായിട്ട് കമ്പയർ ചെയ്യരുത്. കാരണം അതുമല്ല ഒരു ഇപ്പോൾ ടയർ 2 യൂണിവേഴ്സിറ്റി ഉണ്ട്, അതുപോലെ ടയർ 1 യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, മറ്റ് പല കാറ്റഗറി യൂണിവേഴ്സിറ്റി. ഇപ്പോൾ റസൽ ഗ്രൂപ്പ്സിൽ യൂണിവേഴ്സിറ്റി പഠിക്കുന്നതും ഇവിടെ നോർമൽ ഒരു യൂണിവേഴ്സിറ്റി പഠിക്കുന്നതിൽ വ്യത്യാസമുള്ള ചോദിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം ടീച്ചിങ് ക്വാളിറ്റി തൊട്ട് അവർക്ക് അവരുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്ന പല അത് പഠിച്ച ആൾക്കാർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ടയർ 2 വരുന്ന യൂണിവേഴ്സിറ്റിയിൽ വന്ന് പഠിക്കുമ്പോൾ ഇതേപോലുള്ള ക്വാളിറ്റി കോഴ്സ് എടുത്ത് പഠിക്കുന്നതിന് ഇപ്പോഴും ബുദ്ധിമുട്ടുകളൊന്നുമില്ല. നൈസായിട്ട് വന്ന് പഠിക്കാം. പഠിച്ചു കഴിഞ്ഞാൽ പഠിക്കാതെ നമ്മൾ അതിൻ്റെ ഇടയിൽ പല ബിസിനസ്സുകളിൽ പോയിട്ട് പിന്നെ പഠിച്ചിട്ടൊന്നും കിട്ടിയില്ലേ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പിന്നെ ഇങ്ങനെയുള്ള യൂണിവേഴ്സിറ്റി പഠിക്കുമ്പോൾ ടയർ 2 യൂണിവേഴ്സിറ്റി പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും പഠിക്കും. കാരണം അവർക്ക് പഠിച്ചാലേ പാസ്സാവാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ പൊട്ടിച്ചു വിടും എന്നുള്ള കാര്യമാണ്. അതുമല്ലാതെ പഠിച്ചു കഴിഞ്ഞാൽ ക്വാളിറ്റി ഉണ്ട്, നല്ല ക്വാളിറ്റി ഉണ്ട്. അത് മാത്രമല്ല ഓപ്പർച്യൂണിറ്റീസും കാണും. എംപ്ലോയ്മെൻറ്റ് റാങ്കിങ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് കോഴ്സുകൾ യൂണിവേഴ്സിറ്റിയിൽ മാഞ്ചസ്റ്റർ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, അതുപോലെ ടോപ്പ് യൂണിവേഴ്സിറ്റീസ്, അതൊക്കെ സെലക്ട് ചെയ്യാം. ഓക്കെ, സോ ഈ ട്രേഡ് ഡീലുമായിട്ട് ഒരുപാട് ഗുണങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യക്ക് വിസയിൽ ഒരു നെഗോസിയേഷൻ ഇല്ലെങ്കിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതൽ മാധ്യമങ്ങൾ ചർച്ച ചെയ്തിരിക്കുന്നത്. അത് അജണ്ട. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗൈസ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, മനസ്സിലാക്കുക, അതിനനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കുക, മുന്നോട്ട് വരിക. കാണാൻ